ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ ഓണപരീക്ഷയുടെ ഡേ 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 1-2 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ കൂട്ടുകാരെ? അപ്പം നമുക്ക് 3-ാമത്തെ ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നേ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നോക്കിയേ കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം 3-ാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുപോലെ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും ഒക്കെ എഴുതാൻ ഇവിടെ സ്ഥലമുണ്ട്. അവിടെ തെറ്റാതെ കൂട്ടുകാർ എഴുതിയേക്കണേ. അപ്പം നമുക്കിനി 1-ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കൂട്ടുകാർക്ക് കവിതയോ കഥയോ ഗദ്യഭാഗമോ എന്തെങ്കിലും തന്നിരിക്കും. അത് വായിച്ചതിന് ശേഷം തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇവിടെ നമുക്കൊരു വിവരണമാണ് തന്നിട്ടുള്ളത്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു വിവരണമാണ്. നമുക്കിത് ആദ്യം വായിക്കാം. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരവും എഴുതാം. അതും ഈ പാരഗ്രാഫിൽ തന്നെയുണ്ട്. നമുക്കാദ്യം വായിക്കാം. വായിച്ചോളൂ. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായിരുന്നു അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം DRDO, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, തന്നിരിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാം? എത്രാമത്തെ ആയിരുന്നു? അതെ, 11-ാമത് രാഷ്ട്രപതിയായിരുന്നു അല്ലേ? നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ കൂട്ടുകാരെ? അതെ, അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണ പേര് എന്തായിരുന്നു? അതും നമ്മൾ വായിച്ചതായിരുന്നു. നോക്കി എഴുതണേ, തെറ്റല്ലേ കൂട്ടുകാരെ? എഴുതിക്കോളൂ. അബുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം. അടുത്ത 3-ാമത്തെ ചോദ്യം, മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് കലാമിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്നാണ്? അതെ, ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലേ? അടുത്ത് നോക്കിയേ, അബ്ദുൽ കലാം ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം എഴുതിക്കൊള്ളൂ കൂട്ടുകാരെ. തമിഴ്നാട്ടിലെ രാമേശ്വരം. അപ്പം ഇതെല്ലാം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ശ്രദ്ധിച്ച് ഉത്തരങ്ങൾ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. കൂട്ടുകാർ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം, പ്രവർത്തനം 2, നല്ല ശീലങ്ങൾ. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയും എല്ലാം നമ്മൾക്കാവശ്യം നന്നായി വളരാൻ എന്നെന്നും. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ ചിരിക്കുന്ന എമോജി വരച്ച് ചേർക്കാമോ? വരയ്ക്കാം. നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഒത്തിരി ആഹാരശീലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ നല്ല ആഹാരശീലങ്ങൾക്ക് നേരെ മാത്രം നമുക്ക് ചിരിക്കുന്ന എമോജി വരയ്ക്കാം കേട്ടോ. 1-ാമത്തേത്, തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല. നല്ല ആഹാരശീലമല്ലേ? വരച്ചോളൂ. 2-ാമത്തേത്, നഖങ്ങൾ നീട്ടി വളർത്തും. തെറ്റല്ലേ? അതെ. 3, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും. നല്ലതല്ലേ കൂട്ടുകാരെ? വരച്ചോളൂ. അടുത്തത്, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ. എമോജി വരച്ചോളൂ. അടുത്തത്,
എന്നും കുളിക്കാറില്ല. തെറ്റല്ലേ? അതെ. അടുത്തത്, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. നല്ല ശീലമല്ലേ കൂട്ടുകാരെ? എമോജി വരച്ചോളൂ. വരച്ചു. അടുത്ത്, പഴകിയ ആഹാരം കഴിക്കും. തെറ്റല്ലേ? അതെ. അടുത്തത് നോക്കി, 2 നേരം പല്ല് തേക്കും. നല്ല ആഹാരശീലമാണല്ലേ? വരച്ചോളൂ. വരച്ചു. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. തെറ്റാതെ ചെയ്തേക്കണേ. പ്രവർത്തനം 3 കൂട്ടിയെഴുതാം. മിനിക്കും റഹീമിനും അമ്മ കൈനീട്ടം കൊടുത്തു. അവർക്ക് കിട്ടിയ രൂപയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. നോക്കിയേ, മിനിക്കും റഹീമിനും കിട്ടിയ രൂപകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഓരോന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലേ? ഇനി നോക്കിയേ, ഓരോരുത്തർക്കും കിട്ടിയത് നമുക്ക് കൂട്ടി എഴുതാമോ? റഹീമിന് കിട്ടിയ രൂപയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര 10 രൂപ നോട്ടുകൾ റഹീമിന് കിട്ടി? എണ്ണി നോക്കൂ. 1, 2, 3. ഇനി എത്ര 1 രൂപ തുട്ടുകൾ കിട്ടി? അതെ, 1, 2, 3, 4, 5. 5 1 രൂപ നാണയങ്ങളാണ് റഹീമിന് ലഭിച്ചത്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി നോക്കിയേ കൂട്ടുകാരെ. 30 അധികം 5, 35 രൂപയാണ് റഹീമിന് ലഭിച്ച ആകെ തുക. ഇതുപോലെ നമുക്ക് മിനിക്ക് കിട്ടിയതും കൂട്ടി എഴുതാം. കൂട്ടി എഴുതിക്കോളൂ. മിനിക്ക് എത്ര 10 രൂപ നോട്ടുകളാണ് ലഭിച്ചത്? എണ്ണിക്കോളൂ. 1, 2. 2 10 രൂപ നോട്ടുകൾ ലഭിച്ചു. എത്ര 1 രൂപ നാണയങ്ങൾ ലഭിച്ചു? എണ്ണിക്കോളൂ കൂട്ടുകാരെ. 1, 2, 3. 3 1 രൂപ നാണയങ്ങൾ ലഭിച്ചു അല്ലേ? ഇനി നമുക്ക് കൂട്ടി എഴുതാം. 20 അധികം 3, 23. അപ്പോൾ മിനിക്ക് ലഭിച്ചത് 23 രൂപയാണ്. ഇനി നോക്കിയ കൂട്ടുകാരെ, ആകെ കിട്ടിയത് നമുക്ക് കൂട്ടി എഴുതാം. റഹീമിനും മിനിക്കും കിട്ടിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് കൂട്ടി എഴുതാം? റഹീമിന് എത്രയാണ് കിട്ടിയത്? 35 രൂപയാണല്ലേ? മിനിക്കോ 23 രൂപ. രണ്ടും കൂടെ കൂട്ടിക്കോളൂ കൂട്ടുകാരെ. ആകെ തുക കിട്ടുമല്ലോ. ആകെ 58 രൂപയാണ് മിനിക്കും റഹീമിനും കൂടെ അമ്മ കൈനീട്ടമായി കൊടുത്തത്. ഇനി കുറച്ച് കണക്കുകൾ കൂട്ടി എഴുതാം, അതുപോലെ കുറച്ചെഴുതാം. 24 അധികം 12. ഉത്തരം എഴുതിക്കോളൂ. 36. അടുത്ത് 10 അധികം 9. ഉത്തരം 19. അടുത്ത് 66 അധികം 11. 77. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, കുറയ്ക്കാം, എഴുതാം. നമ്മൾ കൂട്ടി എഴുതാനായി പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ കുറയ്ക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കണക്കുകൾ കൂടെ ചെയ്യാം. 36 - 22. ഉത്തരം എഴുതിക്കോളൂ. 14. അടുത്തത് 46 - 2. ഉത്തരം എഴുതിക്കോളൂ. 44. അടുത്തത് 58 - 25. ഉത്തരം എഴുതിക്കോളൂ. 33. അപ്പോൾ കൂട്ടുകാർ കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ കണക്കുകൾ പഠിച്ചു വച്ചേക്കണം കേട്ടോ. അടുത്ത് നോക്കി പ്രവർത്തനം 4. കഥ പൂർത്തിയാക്കാം. കൂട്ടുകാരെ, കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? ഇവിടെ മനോഹരമായൊരു കഥ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം, എന്നിട്ടത് പൂർത്തിയാക്കി എഴുതണം കേട്ടോ. കാക്കച്ചി പെണ്ണ് മുട്ടയിട്ടു, കോലൻ പാമ്പതറിഞ്ഞു. കാക്കച്ചി ഇര തേടിപ്പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കൂട്ടുകാർക്കറിയാമോ? നമുക്ക് എഴുതി നോക്കാം. എഴുതാമല്ലേ? ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എന്തൊക്കെയാണ് ചിത്രത്തിൽ? ഒന്നാമത്തെ ചിത്രത്തിൽ കീരിയും കുഞ്ഞിക്കിളിയുമാണല്ലേ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എഴുതിക്കോളൂ. കുഞ്ഞിക്കിളി തൻ്റെ ചങ്ങാതി കീരിയോട് കാര്യം ബോധ്യപ്പെടുത്തി. കീരി എന്ത് ചെയ്തു കൂട്ടുകാരെ?
രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എഴുതിക്കോളൂ. കീരി പെട്ടെന്ന് തന്നെ കാക്കച്ചിയുടെ കൂട്ടിനരികിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ കീരി കോലമ്പാമ്പിനെ വകവരുത്തി. കണ്ടോ, കോലമ്പാമ്പ് ചത്തുപോയി. അടുത്ത് നോക്കിയേ, എന്താ അടുത്ത ചിത്രത്തിൽ? കാക്കച്ചിയും ഉണ്ടല്ലോ. എഴുതിക്കോളൂ. തിരികെ എത്തിയ കാക്കച്ചി കീരിയോടും കുഞ്ഞിക്കിളിയോടും നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ഇതുപോലെ ചിത്രങ്ങൾ തന്നിരുന്നാൽ കഥ എഴുതാൻ കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കണേ. കുഞ്ഞനുറുമ്പിൻ്റെയും കുഞ്ഞരിപ്രാവിൻ്റെയും കഥയൊക്കെ ചോദിക്കും. അതൊക്കെ കൂട്ടുകാർ പഠിച്ചേക്കണേ. അടുത്തത്, കഥയ്ക്ക് അനുയോജ്യമായ പേര് നൽകാമോ? പേരെഴുതിക്കോളൂ കൂട്ടുകാരെ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. കുഞ്ഞു പേര് കൊടുത്താൽ മതി. എഴുതിക്കോളൂ. കുഞ്ഞിക്കിളിയും മുട്ടകളും. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തേക്കണേ. പ്രവർത്തനം 5 പൂർത്തിയാക്കാമോ? ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കാമോ കൂട്ടുകാരെ? പൂർത്തിയാക്കാം. 19 എന്ന സംഖ്യ നടുവിലായി വട്ടത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ. ചുറ്റിലും കുറേ ചതുരങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒഴിഞ്ഞാണ് കിടക്കുന്നത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? 19 കിട്ടാൻ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും കുറച്ചാലും കിട്ടുമെന്ന് നമുക്ക് എഴുതാം. എഴുതിക്കോളൂ. 19 ഒന്നുകൾ ചേർന്നാൽ 19ആയി. 10നോട് 9 കൂട്ടിയാലും 19ആയി. ഇനി 20ൽ നിന്ന് 1 കുറച്ചാലോ? 19. അടുത്തോ 5 5 5 4. ഇത്രയും സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കിയേ, 19ആയില്ലേ? അതെ. അടുത്ത് 15നോട് 4 കൂട്ടി നോക്കിയേ, 19. അപ്പോൾ 19നെ പല രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഇതുപോലെ 100ഉം 50ഉം 49ഉം 15ഉം ഇങ്ങനെയുള്ള പല പല സംഖ്യകൾ കൂട്ടുകാർക്ക് നൽകിയിട്ട് എഴുതാനായി ചോദിക്കും. പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 3ാമത്തെ ദിവസത്തെ പരീക്ഷ പേപ്പറാണ് നോക്കിയത്. വളരെ ഈസി ആയിരുന്നല്ലേ? കൂട്ടാനും കുറയ്ക്കാനും കഥ എഴുതാനും അതുപോലെ തന്നെ വിവരണത്തിൽ നിന്നും ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ കൂട്ടുകാരെ? അതെ. അപ്പോൾ കൂട്ടുകാരുടെ എക്സാം വളരെ നന്നായി എഴുതണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്